അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ആക്ച്വലി ഈ വീഡിയോ കഴിഞ്ഞ വർഷം ഡിസംബർ 9 ആയിഷയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ഉണ്ട്. ഞാനിപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ മൈസൂർ പാലസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേനും നമ്മൾ പാലസിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈസൂർ പാലസൊക്കെ വിസിറ്റ് ചെയ്യണത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഐഷാക്ക് ഈ ക്യാപ്പൊക്കെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം മേടിച്ചിട്ട് ഇതാട്ടോ ഐഷയുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇനിയിപ്പോൾ ഈ പാലസിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ പാലസിനെ പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമല്ലേ? അതുകൊണ്ടിട്ട് 2 വാക്ക് ഞാൻ സംസാരിക്കാം കേട്ടോ. ആരെയും ബോറടിപ്പിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. പോട്ടെ. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതി. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വ്യത്യസ്തമാക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളൊക്കെ വായിച്ചതാട്ടെ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അംബാവിലാസ് മാത്രമായിട്ടേ എനിക്കറിയാവുള്ളൂ. നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കില്ല. താഴെ കമൻറ്റിൽ പറഞ്ഞോട്ടെ അറിയാവോ അറിയൂലേ എന്നുള്ളത്.
ഫ്ലവേഴ്സ് കണ്ട് ഇത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും മേളിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ മൊത്തം ലൈറ്റ് ഇട്ടിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. പക്ഷേ 7 മണിക്ക് ശേഷമാണ് ലൈറ്റ് ഇടാമെന്നാണ് അന്ന് പറഞ്ഞ് കേട്ടത്. നമ്മളെന്നിട്ട് അവിടെ നോക്കി നിന്നിട്ട് പക്ഷേ അപ്പോഴത്തേനും ആൾക്കാരെയൊക്കെ അവർ പുറത്തേക്ക് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുതിര കയറാമെന്ന് വിചാരിച്ചു. ഈ അപ്പൂപ്പൻ്റെ കുതിരയിലാട്ടോ നമ്മൾ കയറി ഇത് ചെയ്യണത്. ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ. ഈ പാലസിന് ചുറ്റും നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. പിന്നെ എന്തൊക്കെയോ പുള്ളിക്കാരൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് നമ്മളാക്കി തരും കേട്ടോ. ಎಷ್ಟು ಟೈಮ್ എന്ത് ലൈറ്റിന് ಮತ್ತೆ ಕನ್ನಡ ಬರ್ತಿಲ್ಲ ಗೊತ್ತಿಲ್ವಾ? ಕನ್ನಡ ಗೊತ್ತಿಲ್ವಾ? ಗೊತ್ತಿಲ್ವಾ? കുതിര കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അങ്ങോട്ട് ടെൻഷൻ തുടങ്ങി. ഐഷാക്ക് എങ്ങാനും നീർക്കെട്ട് വീഴോ, ഈ അടിച്ചടിച്ച് പോകണോണ്ട് എനിക്ക് നല്ലൊരു പേടിയായിരുന്നു. ഇനി രാത്രി ആകുമ്പോഴത്തേനും വൊമിറ്റ് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നെക്സസ് മാളിലേക്കാട്ടോ പോയത്. ഇത് ശരിക്കും പ്ലാനിലില്ലാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ അവിടെ തന്നെ ബാർബിക്യൂ നേഷനിൽ പോവാമെന്ന് ഓർത്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോണ സമയത്ത് ഈ ക്യാരറ്റ് ലൈൻ കണ്ട് അങ്ങനെ നമ്മൾ അവിടെ കയറി ഐഷാക്ക് 2 ബ്രേസ്ലെറ്റ് എടുക്കാറുണ്ട് കേട്ടോ ചെയ്തത്. പിന്നെ എനിക്കും ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാർബിക്യൂ നേഷനിലേക്ക് പോയി. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്. കുട്ടികളുടെ പാർക്ക് സെറ്റപ്പ് ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഐഷ ചെറുതാണ്, ഒരു റൈഡ്സിലും കയറാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കുട്ടികൾ കളിക്കണൊക്കെ നോക്കി നിട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ബൊഫെ ആർന്നിട്ട് എടുത്തത്. അതാകുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്കൊരു പാട്ടും പിന്നെ ഒരു കുട്ടി കേക്കൊക്കെ തരും കേട്ടോ. നമ്മളത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെയിൻ അവിടെ പോയത് കേട്ടോ. തൊട്ടല്ലേ അവിടെ പോയല്ല.